എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിൻ്റെ ബാലകാണ്ഡത്തിലെ 10ാമത്തെ സർഗത്തിലെ 25 മുതൽ 33ാമത്തെ ശ്ലോകം വരെയാണ് പഠിക്കാൻ പോണത്. 33ാമത്തെ ശ്ലോകത്തോട് കൂടിയിട്ട് 10ാമത്തെ സർഗം തീരുകയാണ് ചെയ്യണത്. ഇവിടെ ഋഷ്യശൃംഖനെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ചെന്ന് നിൽക്കുന്നവരായ ആ വേശ്യ സ്ത്രീകളെ പറ്റി പറഞ്ഞു. അവർ പോയതോട് കൂടിയിട്ട് ഋഷ്യശൃംഖനാകെ വല്ലാതെ ഒരു ഉത്കണ്ഠയായി, മനസ്സിനാകെ ഒരു വിഷമമായി. അങ്ങനെ അവരെ അന്വേഷിച്ചുകൊണ്ട് പിറ്റേന്ന് അവരെ എവിടെയാണോ, ഏതൊരു സ്ഥലത്ത് വെച്ചാണോ കണ്ടത് അവിടേക്ക് ചെല്ലുകയാണ് ഋഷ്യശൃംഖൻ എന്ന് പറഞ്ഞിട്ടാണ് നിർത്തിയത്. എന്നിട്ട് എന്താ ഉണ്ടായത് എന്നുള്ളതാണ് അടുത്തതായിട്ട് പറയണത്. മനോജ്ഞായത്ര താദൃഷ്ട വാരമുഖ്യ സ്വലങ്കൃത ദൃഷ്ടൈവ ച തതോ വിപ്രമായാന്തം ഹൃഷ്ടമാനസ. ഈ ഒരു ശ്ലോകത്തിൽ പറയുകയാണ്, പിറ്റേന്ന് അവിടെ ചെന്നു എന്നാണല്ലോ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത്. അത് കണ്ടിട്ട് മനോജ്ഞാഹ യത്ര താദൃഷ്ടാഹ വാരമുഖ്യ സ്വലങ്കൃതാഹ. യത്ര യാതൊരു സ്ഥലത്ത് വച്ചിട്ടാണോ മനോജ്ഞാഹ സുന്ദരികളായിട്ടുള്ള സ്വലങ്കൃതാഹ നല്ലവണ്ണം വേഷഭൂഷാദികളൊക്കെ അണിഞ്ഞിട്ടുള്ളവരായ വാരമുഖ്യാഹ ദൃഷ്ടാഹ വാരമുഖ്യ സ്ത്രീകളെ കണ്ടത്, അവിടേക്ക് തന്നെ, ആ കണ്ട സ്ഥലത്തേക്ക് തന്നെ ഋഷ്യശൃംഖൻ ചെന്നെത്തി. അങ്ങനെ ഋഷ്യശൃംഖനെ കണ്ടപ്പോൾ അവർക്ക് എന്താണ് തോന്നിയത്? ദൃഷ്ടൈവ ച തതോ വിപ്രമായാന്തം ഹൃഷ്ടമാനസ. ഇവർ നോക്കി നിൽക്കുമ്പോൾ പെട്ടെന്ന് അവിടേക്ക് ആ ഋഷ്യശൃംഖൻ മുനികുമാരൻ വരണത് കണ്ടപ്പോൾ തതോ വിപ്രം ആയാന്തം ദൃഷ്ട ഹൃഷ്ടമാനസ. അതിനുശേഷം തങ്ങളുടെ ആശ്രമം എന്നൊക്കെ വെറുതെ പറഞ്ഞതാണ്, അവരെല്ലാവരും കൂടി അവിടെ താമസിച്ചു എന്നേ ഉള്ളൂ. അവിടേക്ക് വരുന്നവനായ വിപ്രം ആ ബ്രാഹ്മണകുമാരനെ കണ്ടിട്ട് കണ്ടവരായ ദൃഷ്ടാഹ കണ്ടവരായിട്ടുള്ള ആ സ്ത്രീകളെല്ലാവരും തന്നെ ഹൃഷ്ടമാനസാഹ മനസ്സുകൊണ്ട് വളരെ സന്തുഷ്ടരായി തീർന്നു. അതായത് അവർ ഒരുക്കിയതായ ആ വലയിൽ നിന്നോ കെണിയിൽ നിന്നോ ഒക്കെ പറയാം അതിൽ ഋഷ്യശൃംഖൻ പെട്ടു എന്നുള്ളത്, അതിൻ്റെ ഒരു സന്തോഷവും അവർക്കുണ്ടായിരുന്നു. രാജാവ് പറഞ്ഞ കാര്യം വളരെ ഭംഗിയായിട്ട് തീർത്തു കൊടുക്കാൻ പറ്റി എന്നുള്ളതിൻ്റെയൊക്കെ സന്തോഷത്തിൽ. എന്നാൽ മുനികുമാരനെ കണ്ടപ്പോൾ അങ്ങനത്തെ ഒരു സന്തോഷമാണോ എന്നുള്ളതല്ല, ഇവരുടെ ഇഷ്ടപ്പെട്ട, ഇവർക്ക് ഇഷ്ടമായ ആ ബ്രാഹ്മണകുമാരൻ അവരെ അന്വേഷിച്ചു വന്നുല്ലോ എന്നുള്ളതിൻ്റെ സന്തോഷം കൂടി ഉണ്ടാവണം. അതാവും മുഖ്യമായിട്ടുണ്ടായത്. ബാക്കിയുള്ളതൊക്കെ അതിൻ്റെ കൂടെ വന്നു ചേർന്നതാവും. അങ്ങനെ സന്തോഷത്തോടു കൂടിയിട്ട് അവരെല്ലാവരും ആ മുനികുമാരൻ്റെ അടുത്തേക്ക് സന്തോഷത്തോടു കൂടി ചെന്നു. അതാണ് അടുത്ത ശ്ലോകത്തിൽ 26ാമത്തെ ശ്ലോകം നോക്കാം. ഉപസൃത്യ തതസർവാസ്തമൂചുരിതം വച ഏഹ്യാശ്രമപദം സൗമ്യ അസ്മാകമിതി ചബ്രുവൻ. അങ്ങനെ എല്ലാവരും കൂടി അവിടേക്ക് ചെന്നിട്ട് തഥ അതിനുശേഷം സർവാഹത്താഹ ആ പെൺകുട്ടികളെല്ലാവരും തന്നെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ഉപസൃത്യ സമീപത്ത് ചെന്നിട്ട് ഇതം വചഹ ഊജുഹു ഇങ്ങനെയുള്ള വാക്കുകൾ, ഇപ്രകാരമുള്ള വാക്കുകൾ ആ വിപ്രനോട്, ഋഷ്യശൃംഖനോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഹേ സൗമ്യ, അല്ലയോ സുന്ദരനായിട്ടുള്ള സുകുമാരകളേബരനായിട്ടുള്ള, അല്ലയോ ഋഷ്യശൃംഖ മഹാമുനെ, അസ്മാകം ആശ്രമപദം ഏഹി ഇതി ച അബ്രുവൻ. ഞങ്ങൾക്കൊരു വലിയ ആശ്രമമുണ്ട്. ഇതൊന്നുമല്ല ഞങ്ങളുടെ ആശ്രമം, വളരെ വലിയൊരു ആശ്രമം ഞങ്ങൾക്കുണ്ട്, അവിടേക്ക് വരൂ. അതാണ് ആശ്രമപദം. അസ്മാകം ആശ്രമപദം ഏഹി ഇതി അബ്രുവൻ ച, ഞങ്ങളുടെ ആശ്രമത്തിലേക്ക് വരൂ എന്ന് കാര്യമായിട്ട് ക്ഷണിക്കുകയും ചെയ്തു. ഇത് വെറുതെ ഉള്ളൊരു പ്രദേശമാണല്ലോ, ഇതിനെ ഒരു ആശ്രമം എന്നൊന്നും പറയാനില്ല. വെറുതെ ഒരു ഏറുമാടം പോലെയൊക്കെ അല്ലെങ്കിൽ ഓല മേഞ്ഞതോ ഇലകൾ കൊണ്ട് മേഞ്ഞതായിട്ടുള്ള ഒരു പ്രദേശം മാത്രമാണ്. അതിനെ എല്ലാ ആശ്രമം എന്നുള്ള രീതിയിൽ പറയുന്നത് അംഗരാജ്യത്തിന് തന്നെയാണ്. അവിടേക്ക് വരൂ എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമായിട്ട് മുനികുമാരനെ ക്ഷണിക്കുകയും ചെയ്തു എന്നർത്ഥം. നമുക്ക് അടുത്ത ശ്ലോകം കൂടി നോക്കാം. ചിത്രാണ്യശ്ച ബഹൂനി സ്യുർമൂലാനി ച ഫലാനി ച തത്രോപേക്ഷ്യ വിശേഷേണ വിധിർഹി ഭവിതാ ധ്രുവം. ഈ ഒരു സ്ഥലത്ത് ഇവിടെയും വളരെ രസകരമാണ്. പക്ഷെ അതിനേക്കാളും കുറച്ചുകൂടി ഗെയിമാണ് അവിടെ പോയാൽ, ഞങ്ങളുടെ ശരിക്കുള്ള ആശ്രമത്തിൽ പോയാൽ. അതാണ് ചിത്രാണ്യശ്ച ബഹൂനി സ്യുർമൂലാനി ച ഫലാനി ച. ഇവിടെയുള്ളതൊക്കെ വളരെ ശ്രേഷ്ഠങ്ങളാണ്.
ബഹൂനി മൂലാനി ഫലാനി ച ചിത്രാണി ഭവന്തി. ഇവിടെ കിട്ടുന്നതായിട്ടുള്ള ഫലമൂലാദികൾ അത് വളരെ ചിത്രങ്ങൾ സുന്ദരങ്ങളാണ്, സ്വാദിഷ്ടങ്ങളാണ്, നല്ല തന്നെയാണ്, അല്ലാന്നൊന്നും അല്ല പറയണത്. പക്ഷേ ഒന്നും കൂടി കേമായിട്ടുള്ളൊരു സ്ഥലമുണ്ട്, അവിടേക്ക് പോയാൽ കുറച്ചുകൂടി ഇതൊക്കെ ആസ്വദിക്കാം, അവിടെ അതിഥി സത്കാരമൊക്കെ ഇതിനേക്കാളും കേമായിട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ ഈ മുനികുമാരനെ അംഗദേശത്തേക്ക് കൊണ്ടുപോകുന്നത്. തത്രാപ്യേഷ, അവിടെ ആയാലും ഇതുപോലെയൊക്കെ തന്നെയാണ്, ഒന്നും കൂടിയും ശ്രേഷ്ഠമാണ്. വിശേഷേണ വിധിർഹി ഭവിത ധ്രുവം, വിശേഷേണ വിധി ഭവിത ധ്രുവം. അവിടെ ചെന്നാൽ കുറച്ചും കൂടിയും വിശേഷപ്പെട്ട അതിഥി സത്കാര വിധികൾ ഉണ്ടാവും എന്നുള്ളത് തീർച്ചയാണ്. ഇവിടുത്തെ പോലെയൊന്നുമല്ല, അവിടെ കുറേം കൂടിയും കേമായിട്ടുള്ളൊരു ആശ്രമപദമാണ്. ഇവിടെ കിട്ടുന്ന ഫലമൂലാദികൾ മോശമാണെന്നല്ല, പക്ഷേ ഒന്നും കൂടിയും ഉത്തമമായിട്ടുള്ള ആചാരവിധികളും സൽക്കാരങ്ങളും ഒക്കെ ഞങ്ങളുടെ ആശ്രമത്തിൽ പോയാൽ തന്നെ കിട്ടുള്ളൂ എന്ന് പറഞ്ഞ് ആ മുനികുമാരനെ പ്രേരിപ്പിക്കുകയാണ്, സ്വാധീനിക്കുകയാണ് അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതൊക്കെ കേട്ടപ്പോൾ എന്താണ് ഋഷ്യശൃംഗൻ ചെയ്തത്? അതാണ് 28ാമത്തെ ശ്ലോകത്തിൽ പറയണത്. ശ്രുത്വാ തു വചനം താസാം സർവാസാം ഹൃദയംഗമം ഗമനായ മതിം ചക്രേ തം ച നിന്യുസ്തഥാ സ്ത്രിയ. ശ്രുത്വാ തു വചനം താസാം സർവാസാം ഹൃദയംഗമം വചനം ശ്രുത്വ. ആ സുന്ദരികളായിട്ടുള്ള സ്ത്രീകളുടെ, അവരുടെ എല്ലാവരുടെയും കൂടിയുള്ള ഒരു പ്രാർത്ഥനയായിരുന്നു. അവരൊറ്റയ്ക്കൊറ്റയ്ക്ക് ഒരാളെന്നല്ല പറയണത്, എല്ലാവരും കൂടി ഒരുമിച്ച് പറയാനുണ്ടായത് മുനികുമാരനോട്, വരൂ നമുക്ക് അങ്ങയുടെ ആശ്രമത്തിലേക്ക് പോകാമെന്ന്. അങ്ങനെ ഹൃദയംഗമമായിട്ടുള്ള വാക്കുകൾ, ഹൃദയഹാരികളായിട്ടുള്ള അവരുടെ വാക്കുകളിൽ വളരെയധികം ഒരു മാധുര്യം ഉണ്ടായിരുന്നു. മുനികുമാരനെ അവിടേക്ക് കൊണ്ടുപോകാൻ, ആകർഷിച്ചു കൊണ്ടുപോകാൻ തക്കവണ്ണമുള്ളതായ ഒരു മാധുര്യം അവരുടെ വാക്കിലുണ്ടായിരുന്നു. ആ വാക്കുകളൊക്കെ കൂടി കേട്ടിട്ട് താസാം വചനം ശ്രുത്വ, ആ മുനികുമാരൻ എന്താ ചെയ്തത്? ഗമനായ മതിം ചക്രേ, എന്നാൽ ഇവരുടെ ആശ്രമത്തിലേക്ക് പോവാം എന്ന് ഋഷ്യശൃംഗൻ തീരുമാനിക്കുകയും ചെയ്തു. അതാണ് ഗമനായ മതിം ചക്രേ. അങ്ങനെ തീരുമാനിച്ചപ്പോൾ അവരെന്താ ചെയ്തത്? സ്ത്രീയ തം തഥാ നിന്യുച്ച, സ്ത്രീകളെല്ലാവരും കൂടിയിട്ട് ആ മുനികുമാരനെ അവരുടെ കൊട്ടാരത്തിലേക്ക്, അംഗരാജ്യത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. പറഞ്ഞത് കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്നു. ആശ്രമമൊന്നും ആയിരുന്നില്ല, കൊട്ടാരമായിരുന്നു. അത് ഒട്ടും മനസ്സിലായില്ല. പക്ഷേ അവിടുത്തെ ഒരു സത്കാര വിധികളൊക്കെ ഇവർ ചെയ്യുന്നതിനേക്കാൾ 10 മടങ്ങ് വലുതായിരുന്നു. അതൊക്കെയാണ് അടുത്തതായിട്ട് വർണ്ണിക്കാൻ പോണത്. അവിടെ എത്തിയപ്പോൾ 29ാമത്തെ ശ്ലോകത്തിൽ എന്താ ഉണ്ടായതെന്ന് പറയാണ്. തത്ര ജാനീയമാനേ തു വിപ്രേ തസ്മിൻ മഹാത്മനി വവർഷ സഹസാ ദേവോ ജഗത് പ്രഹ്ലാദയം സദാ. വെറുതെ അവിടേക്ക് ഋഷ്യശൃംഗൻ ചെന്നേ ഉള്ളൂ. അവിടെ എന്താ സംഭവിച്ചത്? തത്ര ച ആനീയമാനേതു വിപ്രേ തസ്മിൻ മഹാത്മനി, തത്ര ആ അംഗരാജ്യത്തിലേക്ക്, തസ്മിൻ മഹാത്മനി വിപ്രേ ആനീയമാനേതു, ആ മഹാത്മാവായിട്ടുള്ള വിപ്രൻ അവിടേക്ക്, ആ അംഗരാജ്യത്തിലേക്ക്, കൊട്ടാരത്തിലേക്ക് ആനയിക്കപ്പെട്ടപ്പോൾ തന്നെ, പ്രത്യേകിച്ച് യാഗാദി കർമ്മങ്ങളൊന്നും ചെയ്യേണ്ടി വന്നില്ല. ഈ മഹാമുനി ഋഷ്യശൃംഗൻ അവിടേക്ക് ചെല്ലേ വേണ്ടി വന്നുള്ളൂ, പാദസ്പർശം ആ രാജ്യത്തിൽ ഉണ്ടാവേ വേണ്ടി വന്നുള്ളൂ. അപ്പോൾ തന്നെ എന്താ ഉണ്ടായത്? അതാണ് ദേവ സഹസാ വവർഷ, ദേവൻ പെട്ടെന്ന് തന്നെ വർഷിച്ചു. ദേവൻ എന്നുള്ളത് കൊണ്ട് വരുണദേവൻ എന്നും പറയാം, ഇന്ദ്രദേവൻ എന്നും പറയാം, ആരായാലും വേണ്ടില്ല. പെട്ടെന്ന് തന്നെ ആ അംഗരാജ്യത്തിൽ മഹത്തായിട്ടുള്ളൊരു മഴ പെയ്തു, വൃഷ്ടിയുണ്ടായി. എത്രയോ കാലമായിട്ട് ദുരിതം അനുഭവിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ജനങ്ങൾ. വെള്ളമില്ലാതെ പശു പക്ഷി മൃഗങ്ങളൊക്കെ ചത്തൊടുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു, മരങ്ങളൊക്കെ ഉണങ്ങിപ്പോവുമായിരുന്നു. അത്രയ്ക്ക് കഷ്ടമായിരുന്നു അവിടുത്തെ അവസ്ഥ. അവിടേക്ക് ഋഷ്യശൃംഗൻ കാലൊന്നെടുത്ത് വച്ചേ ഉള്ളൂ, കഠിനമായിട്ട് മഴ പെയ്യുകയും ചെയ്തു. അപ്പോൾ അവിടുത്തെ ആൾക്കാർക്കൊക്കെ എന്താ ഉണ്ടായത്? ജഗത് പ്രഹ്ലാദയം സദാ, അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളൊക്കെ, ജഗത്ത്, ആണുങ്ങളും പെണ്ണുങ്ങളും മൃഗങ്ങളും പശുക്കളും പക്ഷികളും എല്ലാവരും, അവിടെ ഇന്ന ആൾക്കാരെന്നൊന്നും പറയണില്ല, ലോകം മുഴുവനും സന്തോഷിച്ചു. ജനങ്ങളെ മുഴുവനും സന്തോഷിപ്പിക്കുമാറ് ദേവൻ അവിടേക്ക് മഴ പെയ്തു. അതാണ് ജഗത് പ്രഹ്ലാദയം സ്തദാ. ജഗത് പ്രഹ്ലാദയൻ, ജഗത്തിനെ പ്രഹ്ലാദിപ്പിക്കുന്ന വിധത്തിൽ, ആഹ്ലാദിപ്പിക്കുന്ന വിധത്തിൽ ദേവോ വവർഷ, വരുണദേവൻ അവിടെ മഴ പെയ്യിക്കുകയും ചെയ്തു. അപ്പോൾ ആ മുനീശ്വരൻ്റെ വരവും മഴയും ഒക്കെ കൂടി ഒരുമിച്ചാണ് സംഭവിച്ചത്. അപ്പോൾ എന്താണ്ടായി എന്ന് പറയുകയാണ്. 30ാമത്തെ ശ്ലോകം നോക്കാം. വർഷേണൈവാഗതം വിപ്രം താപസം സനരാധിപ പ്രത്യുദ്ഗമ്യ മുനിം ബ്രഹ്വശിരസാ ച മഹീം ഗത. അങ്ങനെ
ഒപ്പമുള്ള വരവാണ്. ആരുടെയൊക്കെയാണ് ഒപ്പമുള്ള വരവ്? മഴയുടെയും മുനീശ്വരൻ്റെയും. അതാണ് വളരെയധികം അത്ഭുതപ്പെടുത്തിയത്. അതാണ് വർഷേണൈവാഗതം, വർഷത്തോടു കൂടിയിട്ടാണ്. എന്തിനു വേണ്ടിയിട്ടാണോ വിളിച്ചുകൊണ്ട് വന്നത് ആ ഋഷീശ്വരനെ? മഴ പെയ്യാനുള്ള യജ്ഞം ചെയ്യാനാണ്. യജ്ഞമൊന്നും ചെയ്യേണ്ടി വന്നില്ല, മഴയെ കൊണ്ടാണ് ആ ഋഷീശ്വരൻ വന്നത്. അത് കണ്ടപ്പോൾ വർഷേണൈവ ആഗതം താപസം വിപ്രം, അങ്ങനെ വർഷത്തോടുകൂടി മഴയോടുകൂടി വരുന്നവനായിട്ടുള്ള ആ മുനിയെ കണ്ടപ്പോൾ സ നരാധിപ, അംഗരാജാവായിട്ടുള്ള ലോമപാദൻ, നരാധിപൻ എന്ന് പറഞ്ഞാൽ രാജാവ് എന്നർത്ഥം, അദ്ദേഹം പ്രത്യുദ്ഗമ്യ, മുനിം പ്രത്യുദ്ഗമ്യ, കാട്ടിൽ നിന്ന് നാട്ടിലെത്തി രാജ്യത്തിൽ വന്നിട്ട് കൊട്ടാരത്തിലേക്ക് നടന്നു കയറി വരുന്നവനായ ആ മുനികുമാരനെ അങ്ങോട്ട് ചെന്ന് സത്കരിക്കുകയാണ്. അതാണ് പ്രത്യുദ്ഗമ്യ. സന്തോഷം കൊണ്ടും ആദരവ് കൊണ്ടും ഒക്കെ ലോമപാദൻ അങ്ങോട്ട് ചെന്നിട്ട് സത്കരിച്ചിട്ട്, പ്രത്യുദ്ഗമ്യ മുനിം പ്രഹ്വഭാവം എന്ന് പറഞ്ഞാൽ ഭക്തിയാണ്, പരമമായിട്ടുള്ള ഭക്തി. ആ ഭക്തിയോട് കൂടിയിട്ട് എന്തു ചെയ്തു? ശിരസാച മഹീം ഗത, ശിരസ് മഹിയിലേക്ക് എത്തി എന്ന് പറഞ്ഞാൽ സാഷ്ടാംഗം പ്രണമിച്ചു എന്നർത്ഥം. എന്താ ഉണ്ടായത്? മഴ പെയ്യിക്കാനുള്ള യാഗം ചെയ്യിക്കാൻ വേണ്ടിയിട്ടേ കൊണ്ടുവന്നത്. പക്ഷേ യാഗമൊന്നും ചെയ്യേണ്ടി വന്നില്ല. മഴയും കൊണ്ടാണ് ഋഷിശൃംഗൻ കൊട്ടാരത്തിലേക്ക് എത്തിയത്. രാജാവിന് ഇതിൽ പരം സന്തോഷം ഉണ്ടാവാൻ വല്ലതും വേണോ? രാജാവ് സാഷ്ടാംഗ പ്രണാമമാണ്. വളരെ ചെറിയ ബാലകനാണ്, ഒരു കുമാരനാണ് എന്ന് ആദ്യമേ പറഞ്ഞു. ആ ബാലകൻ്റെ മുമ്പിൽ നമസ്കരിച്ചുകൊണ്ട് തൻ്റെ ഭക്തിയും സ്നേഹവുമൊക്കെ ലോമപാദൻ പ്രകടിപ്പിച്ചു. എന്നിട്ടോ അർഘ്യം ച പ്രദദൗ തസ്മൈ ന്യായതസ്സു സമാഹിത വവ്രേ പ്രസാദം വിപ്രേന്ദ്രാൻമാ വിപ്രം മന്യുരാവിശേത്. അർഘ്യം ച പ്രദദൗ തസ്മൈ ന്യായതസ്സു സമാഹിത. സുസമാഹിത എന്ന് പറഞ്ഞാൽ അംഗരാജാവിൻ്റെ അവസ്ഥയാണ്. സമാധാനായി, മനസ്സിന് വളരെയധികം ശാന്തി കിട്ടിയവനായ ആ മഹാരാജാവ് ലോമപാദൻ, അദ്ദേഹം എന്താ ചെയ്തത്? ന്യായത തസ്മൈ അർഘ്യം ച പ്രദദൗ, വേണ്ട വിധം ഒരു മുനിയെ അല്ലെങ്കിൽ ഒരു ഋഷികുമാരനെ എങ്ങനെയാണോ ബഹുമാനിക്കേണ്ടത്, എങ്ങനെയാണോ സ്വാഗതം ചെയ്യേണ്ടത്, ആ വിധികൾക്കൊക്കെ അനുസരിച്ച് യഥാവിധി വേണ്ടതൊക്കെ നൽകി, അർഘ്യവും പാദ്യവും ഒക്കെ നൽകിയിട്ട് കയ്യും കാലും കഴുകാനും ആചമിക്കാനും അതുപോലെ തന്നെ ഫലമൂലാദികളും ഒക്കെ കൊടുത്തുകൊണ്ട് വളരെ ശ്രേഷ്ഠമായ ഉചിതമായ രീതിയിൽ തന്നെ സ്വാഗതമരുളി. അർഘ്യം ച പ്രദദൗ തസ്മൈ ന്യായത സുസമാഹിത. എന്നിട്ട് അതുമാത്രമല്ല, വവ്രേ പ്രസാദം വിപ്രേന്ദ്രാൻ മാ വിപ്രം മന്യുരാവിശേത്. യഥാ വിപ്രം മന്യു മാ ആവിശേത്. ആ ബ്രാഹ്മണകുമാരന് എപ്രകാരം ദേഷ്യം വരില്ലയോ, അതായത് ദേഷ്യം തോന്നരുതല്ലോ, അവിടെ നിന്ന് കാട്ടിൽ മാത്രം താമസിച്ച് വളർന്ന ആ ഋഷികുമാരന് ഒരു തരത്തിൽ ഇവിടെ വന്നിട്ട് ദേഷ്യം വരരുത്. ആ ദേഷ്യം വരാത്ത വിധത്തിലാക്കിയിട്ട് അപ്രകാരമൊക്കെ അനുനയിപ്പിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട്, അതൊക്കെ വേണ്ടി വരുമല്ലോ, നല്ല വാക്കുകൾ കൊണ്ട് സാമദാന ഭേദ രീതികളെ കൊണ്ടൊക്കെ രാജാവ് ആ വിപ്രവര്യനെ സന്തോഷിപ്പിച്ചിട്ട് ദേഷ്യം വരാത്ത വിധത്തിലാക്കിയിട്ട് വിപ്രേന്ദ്രാത് പ്രസാദം വവ്രേച്ച, ആ ബ്രാഹ്മണനിൽ നിന്നു തന്നെ അനുഗ്രഹ ആശിസ്സുകൾ സ്വീകരിക്കുകയും ചെയ്തു. അതായത് ഈ ഋഷിശൃംഗൻ മാത്രമല്ല, ഋഷിശൃംഗൻ്റെ അച്ഛനും വിഭാണ്ഡകനും ചിലപ്പോൾ ദേഷ്യപ്പെട്ട് അവിടെ വന്നിട്ട് ശപിച്ചു കളയുകയൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ളതായ ഒരു പ്രശ്നവും ഇല്ലാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് മകനെ വേണ്ടുവോളം സന്തോഷിപ്പിച്ചു. അതോടുകൂടിയിട്ട് അച്ഛനും സന്തോഷമായിട്ടുണ്ടാവും. അങ്ങനെ എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് ഈ മുനിമാരുടെ കയ്യിൽ നിന്ന് അനുഗ്രഹമൊക്കെ വാങ്ങിയിട്ട് സന്തോഷത്തോടു കൂടിയിട്ട് വേണ്ടതൊക്കെ വേണ്ട രീതിയിലൊക്കെ ബഹുമാനിച്ചിരുത്തി എന്നാണ് പറയണത്. അങ്ങനെ ഋഷ്യശൃംഗൻ്റെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ കാലുഷ്യങ്ങൾ, ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു എന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ഇവരുടെ കൂടെ വരാൻ പാടില്ലായിരുന്നു എന്നുള്ള തോന്നലുകളൊക്കെ ഇല്ലാതെയാക്കി. എന്നിട്ട് എന്താ ചെയ്തത്? 32ാമത്തെ ശ്ലോകം നോക്കാം. അന്തഃപുരം പ്രവേശ്യാസ്മൈ കന്യാം ദത്വാ യഥാവിധി ശാന്താം ശാന്തേന മനസാ രാജാ ഹർഷമവാപസ. പറഞ്ഞത് ഒട്ടും മാറ്റിയില്ല. തൻ്റെ മകളായിട്ടുള്ള ശാന്തയെ ഋഷ്യശൃംഗന് വിവാഹം കഴിച്ചു കൊടുക്കുകയും ചെയ്തു. അതാണ് അന്തഃപുരം പ്രവിശ്യ.
അന്തഃപുരത്തിലേക്ക് ചെന്നിട്ട് അസ്മൈ ഋഷ്യശൃംഗായ ആ മുനികുമാരനായിട്ടുള്ള ഋഷ്യശൃംഗന് ആയിട്ട് കന്യാം യഥാവിധി ദത്വ കന്യകയെ വിധിപൂർവകമായിട്ട് വിവാഹം കഴിച്ചു കൊടുക്കുകയും ചെയ്തു, കന്യാദാനം നടത്തുകയും ചെയ്തു. ആരാണ് മകള്? കന്യാം ശാന്താം യഥാവിധി ദത്വ, കന്യകയായിട്ടുള്ള തൻ്റെ മകളായിട്ടുള്ള ശാന്തയെ, തൻ്റെ മകളല്ല ദശരഥൻ്റെ മകളാണ്, ആ ശാന്തയെ ഋഷ്യശൃംഗന് വിവാഹം കഴിച്ചു കൊടുത്തിട്ട് ശാന്തേന മനസാ രാജ ഹർഷം അവാപ, ശാന്തേന മനസാ സഹ രാജ ഹർഷം അവാപ, എല്ലാം വേണ്ടതുപോലെ നടന്നു എന്നുള്ള സന്തോഷത്തോടു കൂടിയിട്ട് ശാന്തേന മനസാ സ രാജ, ആ രാജാവ് സന്തോഷത്തെ, ആ ഒരു പരമമായിട്ടുള്ളൊരു ആനന്ദത്തെ പ്രാപിക്കുകയും ചെയ്തു. ജനങ്ങൾക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റി, ഋഷ്യശൃംഗനെ വരുത്താൻ പറ്റി. പ്രത്യേകിച്ച് യാഗമൊന്നും ചെയ്യാതെ തന്നെ കഠിനമായിട്ടുള്ള മഴ പെയ്തു, ദുരിതങ്ങളൊക്കെ അവസാനിച്ചു, വരൾച്ച തീർന്നു, എല്ലാവർക്കും ധാരാളം വെള്ളം കിട്ടി. അതോടുകൂടിയിട്ട് രാജാവ് സന്തുഷ്ടഹൃദയനായി മകൾ ശാന്തയെ വിവാഹം കഴിച്ചു കൊടുക്കുകയും ചെയ്തു, സന്തോഷിക്കുകയും ചെയ്തു. നമുക്ക് 33-ാമത്തെ ശ്ലോകം കൂടി നോക്കാം. ഇത് അവസാനത്തെ ശ്ലോകമാണ്. ഏവം സന്യവസത്തത്ര സർവകാമൈ സുപൂജിത ഋഷ്യശൃംഗോ മഹാതേജ ശാന്തയാ സഹ ഭാര്യയാ. ഏവം ഇപ്രകാരം തത്ര ആ രാജ്യത്തിൽ, അംഗരാജ്യത്തിൽ സർവകാമൈഹി പൂജിത സ ഋഷ്യശൃംഗ. സർവകാമൈഹി എന്ന് പറഞ്ഞാൽ സർവകാമങ്ങളും സാധിക്കപ്പെടത്തക്ക വിധത്തിൽ പൂജിക്കപ്പെട്ടവനായിട്ടുള്ള, അതായത് ആ കൊട്ടാരത്തിൽ താമസിക്കുമ്പോൾ അദ്ദേഹം ഒരു ബ്രാഹ്മണനാണ്, മുനിശ്രേഷ്ഠനാണ്, കാട്ടിലാണ് താമസിച്ചിരുന്നത് എന്നൊക്കെ ആണെങ്കിലും എല്ലാ കാമങ്ങളും പൂർത്തീകരിക്കപ്പെട്ടവനായിട്ട്, സർവകാമങ്ങളാലും പൂജിക്കപ്പെട്ടവനായിട്ട്, എല്ലാം വേണ്ടുവോളം വേണ്ടതിലധികം ലഭിക്കത്തക്ക വിധത്തിൽ നല്ല ഒരു ജാമാതാവായിട്ട്, മരുമകനായിട്ട് തന്നെയാണ് അംഗരാജ്യത്തിൽ ഋഷ്യശൃംഗൻ വസിച്ചത്. ശാന്തയാ ഭാര്യയാ സഹ ഋഷ്യശൃംഗ മഹാതേജാഹ സുപൂജിത. ആ മഹാതേജസ്വിയായ ഋഷ്യശൃംഗൻ ശാന്തയുടെ പതിയായിട്ട് ആ കൊട്ടാരത്തിൽ എല്ലാവരാലും അംഗീകരിക്കപ്പെട്ടുകൊണ്ട് അവിടെ വസിക്കുകയുമുണ്ടായി എന്നർത്ഥം. അങ്ങനെ കുറേ കാലം ആ കൊട്ടാരത്തിൽ തന്നെയാണ് ഋഷ്യശൃംഗൻ താമസിച്ചത്, ഭാര്യയോട് കൂടിയിട്ടും അച്ഛനോട് കൂടിയിട്ടും ഒക്കെ. അങ്ങനെ ഋഷ്യശൃംഗൻ എങ്ങനെയാണ് അംഗരാജ്യത്തിൽ മഴ പെയ്യിച്ചത് എന്നുള്ള കഥയാണ് ഇവിടെ വാൽമീകി മഹർഷി വർണ്ണിച്ചത്. നമുക്ക് ഇന്നത്തെ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലാം. ദൃഷ്ട്വൈവ ച തതോ വിപ്രമായാന്തം ഹൃഷ്ടമാനസാഃ ഉപസൃത്യ തതഃ സർവാസ്താസ്തമൂചുരിതം വച ഏഹ്യാശ്രമപദം സൗമ്യ അസ്മാകമിതി ചാബ്രുവൻ. ചിത്രാണ്യത്ര ബഹൂനി സ്യുർമൂലാനി ച ഫലാനി ച തത്രാപ്യേഷ വിശേഷേണ വിധിർഹി ഭവിതാ ധ്രുവം. ശ്രുത്വാ തു വചനം താസാം സർവാസാം ഹൃദയംഗമം ഗമനായ മതിം ചക്രേ തം നിന്യുസ്തഥാ സ്ത്രിയ. തത്ര ജാനീയമാനേ തു വിപ്രേ തസ്മിൻ മഹാത്മനി വവർഷ സഹസാ ദേവോ ജഗത് പ്രഹ്ലാദയം സ്തദാ. വർഷേണൈവാഗതം വിപ്രം താപസം സ നരാധിപ പ്രത്യുദ്ഗമ്യ മുനിം പ്രഹ്വ ശിരസാ ച മഹീം ഗത. അർഘ്യം ച പ്രദദൗ തസ്മൈ ന്യായതസ്സു സമാഹിത. വവ്രേ പ്രസാദം വിപ്രേന്ദ്രാൻ മാ വിപ്രം മന്യുരാവിശേത്. അന്തഃപുരം പ്രവേശ്യാസ്മൈ കന്യാം ദത്വാ യഥാവിധി ശാന്താം ശാന്തേന മനസാ രാജാ ഹർഷമവാപസ. ഏവം സന്യവസത്തത്ര സർവകാമൈ സുപൂജിത ഋഷ്യശൃംഗോ മഹാതേജാ ശാന്തയാ സഹ ഭാര്യയാ. അങ്ങനെ സുന്ദരമായിട്ടുള്ള ഒരു ഗൃഹസ്ഥ ജീവിതം ഋഷ്യശൃംഗനെ തേടി വരികയായിരുന്നു ഉണ്ടായത്. അടുത്ത ഭാഗങ്ങൾ അടുത്ത ദിവസം നോക്കാം. സുന്ദരമായിട്ടുള്ള ശ്ലോകങ്ങൾ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.